നികേഷ് കുമാർ മലയാളത്തിലെ ഒരു സാധാരണ മാധ്യമപ്രവർത്തകൻ മാത്രമായിരുന്നു. അദ്ദേഹം ആ മേഖലയിൽ എന്തെങ്കിലും ഘനമുള്ള കോൺട്രിബ്യൂഷൻ നൽകി എന്ന അഭിപ്രായം തീരെയില്ല. എം.വി. രാഘവൻ്റെ മകൻ എന്ന ലേബലിൽ വന്ന ഒരു ടിപ്പിക്കൽ മലയാളം മാധ്യമപ്രവർത്തകൻ എന്ന് പറയാം. ഇന്ത്യ വിഷൻ എന്ന ചാനൽ തലപ്പത്തിരുന്നുകൊണ്ട് പ്രൈം ടൈമിൽ ചർച്ച എന്ന പേരിൽ കള്ളുഷാപ്പ് മോഡൽ അലമ്പ് മലയാള ടെലിവിഷൻ രംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാക്കി വാർത്തകൾ എന്ന പേരിൽ നുണക്കഥകൾ ഉണ്ടാക്കിയ വ്യക്തി. നാഷണൽ മീഡിയ BBC-യിലെ ഹാർഡ് ടോക്ക് എന്ന അഗ്രസീവ് അഭിമുഖം കോപ്പിയടിച്ച് ഡിബേറ്റ് ശൈലിയിൽ വാർത്തയേക്കാൾ പ്രാധാന്യം വാർത്തയുടെ ചർച്ചകൾക്കാക്കി മാറ്റി. നാഷണൽ മീഡിയ പുറത്തുവിടുന്നതൊക്കെ വാരിത്തിന്ന് മലയാളത്തിൽ അത് വീണ്ടും അവതരിപ്പിച്ചുകൊണ്ടാണ് നികേഷ് ചാനൽ സംസ്കാരത്തിന് തറക്കല്ലിട്ടത്. അങ്ങനെ മാധ്യമപ്രവർത്തനമെന്ന ജനാധിപത്യത്തിലെ മഹത്തായ തൊഴിൽ ബ്ലേഡുകാരൻ്റെയും കള്ളത്തടി വെട്ടുന്നവൻ്റെയും തൊഴിലാക്കി മാറ്റി. മാപ്രകളെന്ന ബസ് സ്റ്റാൻഡ് മാമാപ്പണിയായി മാധ്യമപ്രവർത്തനം. സഹിൽ ആൻ്റണിയൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റും കള്ളത്തടി ചാനലിലെ വാർത്തകളുടെ സോഴ്സിംഗ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറി. നികേഷ് കുമാറിന് ഏറ്റവും ഉത്തമ മറുപടി കൊടുത്തത് കോട്ടയത്തെ പൗരാവലിയായിരുന്നു. കേരളം കണ്ട ഏറ്റവും ജനകീയനും നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമയും ആയ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ സ്വതസിദ്ധമായ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ നികേഷ് എത്തി. ഉമ്മൻചാണ്ടി സാറിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് സ്വന്തം കുടുംബാംഗം പോലെ സ്നേഹിച്ച കുറച്ചു പേർ ചാടി വീണു. അപകടം മണത്ത നികേഷ് തന്നെ മൈക്ക് ഒടിച്ചുമടക്കി പോക്കറ്റിൽ തിരുകി സ്ഥലം കാലിയാക്കി. ഇല്ലെങ്കിൽ അന്ന് തീർന്നേനെ മാധ്യമപ്രവർത്തനം. അന്ന് പുള്ളിയെ വിളിച്ച അസഭ്യങ്ങൾ കേട്ടാൽ ചാണ്ടി സാർ തന്നെ അനുയായികളോട് വേണ്ട, വെറുതെ വിട്ടേരെന്ന് പറയുമായിരുന്നു. എന്തായാലും മാധ്യമരംഗത്തെ അധമമായ രാഷ്ട്രീയ ലാക്കോടെയുള്ള പെയ്ഡ് ന്യൂസിൻ്റെ പയനീർ എന്നാകും നികേഷ് ചരിത്രത്തിൽ അറിയപ്പെടുക.